സ്വാഗതം കട്ട് ആൻഡ് റേറ്റിലേക്ക്. അമ്മ എന്നാൽ നിഷ്കളങ്കതയുടെ പ്രതിരൂപമാണ്, വാത്സല്യത്തിന്റെ മകുടോദാഹരണമാണ്, ചേർത്തുപിടിക്കലിന്റെ അവസാന വാക്കാണ്. അതുകൊണ്ട് തന്നെ അനുഭവങ്ങളുടെ ചരിത്രം കൊണ്ട് ആ സംഘടനയെ അമ്മ എന്ന് ചുരുക്കി വിളിക്കാനാവില്ല. AMMA അഥവാ അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആക്ടേഴ്സ് എന്ന് തന്നെ വിളിക്കുന്നു. അത്രമേൽ ചീഞ്ഞു നാറുന്നുണ്ട് അഭിനേതാക്കളുടെ കൂട്ടായ്മ. സാമൂഹിക സംസ്കാരത്തിന്റെ വളർച്ചയിൽ നിർണായക പങ്കുവഹിക്കുന്ന ശക്തമായ മാധ്യമം തന്നെയാണ് സിനിമ. ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ മലയാള സിനിമയിലെ രാഷ്ട്രീയം എല്ലാ കാലത്തും ചർച്ചയായിട്ടുണ്ട്. അപരവൽക്കരണം, അപരമത വിദ്വേഷം, വരേണ്യവൽക്കരണം എന്നുവേണ്ട പലവിധ വിഷയങ്ങളിൽ നമ്മൾ പലപ്പോഴും മലയാള സിനിമയെ വിമർശന വിധേയമാക്കിയിട്ടുണ്ട്. എന്നാൽ മേൽപ്പറഞ്ഞ വിമർശനങ്ങളെക്കാൾ ഒരു പടി കൂടി കടന്ന് ചാണകനാറ്റം അതിശക്തമായിരിക്കുകയാണ് ഇപ്പോൾ. അതായത് ഇതിനെല്ലാം പിന്നിൽ ഒരു സംഘടിത ശക്തി തന്നെ ഉണ്ടായിരുന്നു എന്നതിലേക്കാണ് കാര്യങ്ങൾ വിരൽ ചൂണ്ടുന്നത്. ഏറ്റവും പുതിയ വിവാദം താരസംഘടനയായ AMMAയിലെ തർക്കങ്ങളാണ്. ഒന്നും കേവലം ഒരു പടലപ്പിണക്കമായിരുന്നില്ല, അതിനപ്പുറത്ത് സംഘപരിവാരത്തിന്റെ മാസ്റ്റർ പ്ലാൻ ആണെന്ന് പച്ചയായി പുറം ലോകം അറിഞ്ഞിരിക്കുന്നു. ഇതിനെതിരെ ഒരു കൂട്ടം കലാകാരന്മാർ അണിനിരന്നപ്പോൾ കാവിഭൂതം കുപ്പിപ്പൊട്ടി പുറത്തു കടന്നു. അൻസിബ ഹസനിൽ തുടങ്ങി മാലാ പാർവതിയുടെ തുറന്നുപറച്ചിൽ എത്തിയതോടെ കർട്ടന് പിന്നിലെ കാവിക്കരങ്ങൾ മലയാള സിനിമാ ലോകത്തെ കോർപ്പറേറ്റുകളുടെ സഹായത്തോടെ കൈപ്പിടിയിലൊതുക്കാനുള്ള ആക്ഷനാണ് വെളിപ്പെട്ടത്. വാർത്താ സമ്മേളനത്തിൽ മാലാ പാർവതി പറഞ്ഞത് AMMAയുടെ പൊതുയോഗത്തിൽ ശ്വേതാ മേനോൻ BJPയിൽ നിന്ന് 2 കോടി സ്വീകരിച്ചെന്നായിരുന്നു. എന്നാൽ ഈ ആരോപണം തെളിയിക്കുന്ന ഔദ്യോഗിക തെളിവുകളൊന്നും അവർ അവതരിപ്പിച്ചില്ല. അതേസമയം ഒരു BJP നേതാവ് AMMAക്ക് അദാനി ഗ്രൂപ്പ് വഴി 15 കോടി ലഭ്യമാക്കുമെന്ന് പറയുന്ന ശബ്ദ സന്ദേശം അവർ പ്രദർശിപ്പിച്ചു. AMMAയുമായി ബന്ധമില്ലാത്ത ഒരു രാഷ്ട്രീയ നേതാവ് ഇത്തരം ഒരു പ്രഖ്യാപനം നടത്തുന്നത് എന്തുകൊണ്ടാണെന്ന ചോദ്യവും അവർ ഉയർത്തി. മാലാ പാർവതിയുടെ അഭിപ്രായം, അംഗങ്ങൾക്ക് വ്യക്തിപരമായി ഏത് രാഷ്ട്രീയ നിലപാടും സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അജണ്ട സംഘടനയിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ അതിനെ എതിർക്കുമെന്നാണ്. വാർത്താ സമ്മേളനത്തിൽ മുൻ ജോയിന്റ് സെക്രട്ടറി അൻസിബ ഹസൻ നേരിട്ട അനുഭവങ്ങളും ചർച്ചയായി. ക്ഷേത്ര ട്രസ്റ്റ് AMMAയുടെ ഒരു പരിപാടിക്ക് സ്പോൺസർ ആകുന്നതിനെ അവർ എതിർത്തതിനെ തുടർന്ന് സംഘടനയ്ക്കുള്ളിൽ സാമുദായിക പരാമർശങ്ങളും അധിക്ഷേപങ്ങളും നേരിട്ടുവെന്നാണ് അവരുടെ ആരോപണം. തന്നെ ജിഹാദി എന്ന് വിളിച്ചുവെന്നും വ്യാജ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് തടഞ്ഞുവെച്ചുവെന്നും അൻസിബ ആരോപിച്ചു. കൂടാതെ താൻ ഇസ്ലാമിലേക്ക് മതപരിവർത്തനം നടത്താൻ ശ്രമിക്കുന്നുവെന്ന ആരോപണത്തെ പിന്തുണയ്ക്കാൻ ശ്വേതാ മേനോൻ സമ്മർദ്ദം ചെലുത്തിയെന്നും അത് നിരസിച്ചാൽ സിനിമാ രംഗത്ത് ഒറ്റപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും മാലാ പാർവതി ആരോപിച്ചു. ഇത്തരം വിഭജന രാഷ്ട്രീയം കേരളത്തിൽ വളരാൻ അനുവദിക്കില്ലെന്നും ദ കേരള സ്റ്റോറി പോലൊരു സാഹചര്യം ഇവിടെ ആവർത്തിക്കരുതെന്നുമാണ് മാലാ പാർവതി പറഞ്ഞത്. ഇതോടെ ഹാലിളകിയ BJPക്കാർ തങ്ങൾക്ക് കാശ് കൊടുത്ത് സ്ഥാനാർത്ഥികളെ ഉണ്ടാക്കേണ്ട ഗതികേടില്ലെന്ന വാദവുമായി രംഗത്തെത്തി. ഇടനിലക്കാരെ വെച്ച് കോടികൾ കൊടുത്ത് സിനിമാക്കാരെ വശത്താക്കേണ്ട ഗതികേട് BJPക്കില്ല. AMMAയിലെ പ്രശ്നത്തിലേക്ക് തങ്ങളെ വലിച്ചിഴക്കേണ്ട എന്നാണ് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി S സുരേഷ് പറഞ്ഞത്. അല്ല സുരേഷേ, ഒന്ന് ചോദിക്കട്ടെ, സിനിമാക്കാരെ എന്ന് പ്രയോഗിച്ചതുകൊണ്ട് മാത്രം ചോദിക്കുകയാണ്. കേരള സ്റ്റോറി എന്ന ഒരു സിനിമ ഇറക്കിയിരുന്നു. അതിനെ ഏറ്റി നടന്ന് ഇത്രയധികം പബ്ലിസിറ്റി കൊടുക്കാൻ മാത്രം താല്പര്യം സംഘപരിവാറിന് എന്തായിരുന്നു? അതിനൊക്കെ അപ്പുറത്ത് സിനിമയ്ക്ക് എല്ലാ പിന്തുണയും നൽകിയത് RSS ആണെന്ന് ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ചിത്രത്തിന്റെ നിർമ്മാതാവ് വിപുൽ ഷാ തന്നെ പറഞ്ഞിരുന്നു. ഒരു മതത്തെ അവഹേളിച്ച് സമൂഹത്തിൽ അപരമത വിദ്വേഷം പ്രചരിപ്പിക്കാനുള്ള കൃത്യമായ അജണ്ടയെ പ്രോത്സാഹിപ്പിക്കുന്നവർക്കെതിരെ ഒന്ന് വിരലനക്കാൻ പോലും അന്ന് തയ്യാറായില്ലല്ലോ. പിന്നെ ഇപ്പോൾ ഏത് ഗതികേടിനെ കുറിച്ചാണ് താങ്കൾ സംസാരിക്കുന്നത്? അപ്പോഴും സുരേഷ് സത്യം പറഞ്ഞുപോയി. ശ്വേതാ മേനോന് BJPയുടെ മിസ് കോൾ മെമ്പർഷിപ്പ് പോലുമില്ല. പക്ഷേ 916 മോദി ഭക്തയാണെന്ന്. കേരള സ്റ്റോറി എന്നല്ല, പല വിധത്തിൽ സംഘപരിവാർ ആധിപത്യം ഊട്ടിയുറപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് മലയാള സിനിമയിൽ കുറച്ചധികം കാലമായി കണ്ടുവരുന്നത്. ബീഫ് എന്ന് പേരിട്ടത് കൊണ്ട് മാത്രം ഒരു ചിത്രത്തിന് ചലച്ചിത്രമേളയിൽ പ്രദർശനാനുമതി ലഭിക്കാത്ത ഒരു സാംസ്കാരിക സമ്പന്ന കേരളത്തിലാണ് നാം ജീവിക്കുന്നത് എന്നുകൂടി ഓർത്താൽ നന്ന്. കലാകാരന്മാരെയും പ്രതിഭകളെയും ഫാസിസം വിലക്കെടുക്കുകയാണ് എന്ന് പറയുമ്പോൾ അതിലൊട്ടും അതിശയോക്തി വേണ്ട. കാരണം ദേശീയ പുരസ്കാരങ്ങളും പത്മ പുരസ്കാരങ്ങളും വെച്ച് കലാകാരന്മാരെ പ്രലോഭിപ്പിക്കുന്ന രീതിയും ചെറുതല്ല. അങ്ങനെ ഒരിടത്ത് സവർക്കർ വീരപുരുഷനും ചരിത്ര പുരുഷനുമൊക്കെ ആയിത്തീരും. സംഘപരിവാറിനു വേണ്ടി സിനിമകൾ ഒരുക്കാൻ വെമ്പുന്ന പ്രിയദർശനെ പോലെയുള്ള മലയാള സംവിധായകർ എന്നേ ഇത്തരം പുരസ്കാരങ്ങൾക്ക് അടിമപ്പെട്ട് കഴിഞ്ഞവരാണ്. ഇത്തരം വ്യാജ നിർമ്മിതികളിലൂടെ ഒരു സമുദായത്തെ അരികുവൽക്കരിക്കുന്ന പ്രവണത നടക്കുന്നു.
അവിടെ മുസ്ലിമിന്റെയും ദളിതന്റെയും ദരിദ്രന്റെയും സ്വത്തും ചോദ്യം ചെയ്യപ്പെടുന്നു. അത്തരത്തിൽ വാർത്തെടുത്ത നിർമ്മിതികൾ പ്രേക്ഷകർക്ക് വിൽക്കുന്നു. ഭാഷയേക്കാൾ ഉപരി ദൃശ്യത്തിന് സാധ്യതയുള്ളതിനാൽ തന്നെ ഓരോ ദൃശ്യവും സ്ഥലകാല ഭേദമന്യേ മനുഷ്യരിൽ അടിച്ചേൽപ്പിക്കപ്പെടുന്നു. അങ്ങനെ സത്യം ചെരിപ്പിടുമ്പോഴേക്കും നുണ ലോകം ചുറ്റും എന്ന് പറയും പോലെ സത്യം ഇതാണെന്ന ബോധ്യത്തിൽ ഉറച്ച പ്രേക്ഷകൻ പിന്നീട് യഥാർത്ഥ സത്യം എന്താണെന്ന് അറിയാൻ പോലും താല്പര്യപ്പെടില്ല. അത്രയധികം സ്വാധീനം ചെലുത്തുന്ന ഒരു ജനപ്രിയ കലയാണ് ഇന്ന് സംഘപരിവാറിന്റെ കൈകളിൽ കുടുങ്ങിക്കിടക്കുന്നത്. സിനിമാ കോൺക്ലേവ് സമാപന സമ്മേളനത്തിൽ ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ 1.5 കോടി രൂപയ്ക്ക് അർഹരാകുന്ന ദളിത് സ്ത്രീ സംവിധായകർക്ക് വിദഗ്ധരുടെ കീഴിൽ പരിശീലനം നൽകണമെന്ന് വിഖ്യാത ചലച്ചിത്ര സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞതും ചലച്ചിത്ര പിന്നണി ഗായിക പുഷ്പവതി ആരെന്ന് ചോദിച്ചതും KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡയറക്ടറുടെ ഭാര്യ കൊട്ടാരത്തിൽ ജനിച്ചു വളർന്നതാണെന്ന ഹുങ്ക് ഉയർത്തിക്കാട്ടിയതും ഈ വേളയിൽ ഓർത്തുപോവുകയാണ്. ഇവിടെയൊക്കെ സവർണാധികാര മനോഭാവം സിനിമയെ വരിഞ്ഞു മുറുക്കുന്നത് എങ്ങനെയെന്ന് വ്യക്തമായി കാണാനാവും. റോഡുകളും സ്ഥലനാമങ്ങളും പാഠപുസ്തകങ്ങളും മാത്രമല്ല, ചരിത്രം തന്നെ മണ്ണിട്ട് മൂടി അതിനുമേൽ ചാണകം പൂശുന്നവർക്ക് സിനിമയെയും നാടകങ്ങളെയും വരെ കൈപ്പിടിയിൽ ഒതുക്കാൻ മോഹം കാണാതിരിക്കില്ല. കാരണം നാടുനീളെ നടന്നഭിനയിച്ച് നവോത്ഥാനം നയിച്ച നടീനടന്മാരുടെ നാടാണല്ലോ നമ്മുടെ കൊച്ചു കേരളം. പക്ഷേ ഒന്ന് ഓർത്തോളൂ, മഹാനടന്മാരെയും നടിമാരെയും അവരുടെ സംഘത്തെ തന്നെയും വിലക്കെടുത്താലും വിരൽ ചൂണ്ടി വിലക്ക് പൊട്ടിച്ചെറിഞ്ഞ് കലാപക്കൊടി വാനിലുയർത്തുന്ന കലാകാരന്മാർക്ക് ഈ നാട് ഇനിയും പിറവി കൊടുത്തുകൊണ്ടേയിരിക്കും. അതൊരു തമ്പ്രാന്റെയും അടിമക്കണ്ണായിരിക്കില്ല എന്നേ കട്ടൻ റേറ്റിന് ഓർമ്മിപ്പിക്കാനുള്ളൂ.